അയ്യോ കുഞ്ഞി അങ്ങനെ ഫോട്ടോ എടുക്കല്ലേ. അതെന്താ? അതവരെ പെർമിഷനാണ് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യൂ. ഫോട്ടോ എടുക്കരുത് കേട്ടോ. എന്താ അതിനാണ് വിവേകം എന്ന് പറയാ. വിവേകം എന്ന് വെച്ചാൽ വാട്ട് ഈസ് വിവേകം? ഓക്കെ, വാട്ട് ഈസ് വിവേകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് പുട്ട് ദാറ്റ് ഇൻ എ സെൻറ്റൻസ്. ഐ കൻ ഗിവ് യു സം എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ചബ്ബിയായിട്ട് ഹെൽത്തി ആയിട്ടൊരു കുട്ടീനെ കണ്ടു. ഓക്കെ, ആ കുട്ടിയുടെ അടുത്ത് ഒരിക്കലും പോയിട്ട് നമ്മൾ തടിയാന്നോ തടിച്ചീന്നോ നീ എന്തുകൊണ്ട് അത്ര തടിച്ചിരിക്കണേ, തടി കുറച്ചുകൂടെ, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചിൽഡ്രനെ കണ്ടു. ഓക്കെ, അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് എന്താ പറ്റിയേ, അവർക്ക് എന്താണ് പ്രശ്നം, അവർക്ക് എത്ര വയസ്സായി, അവരെന്താ ഇങ്ങനെ, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ കുറച്ചുകൂടി വലിയ എക്സാമ്പിൾ തരാം. വലിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ അങ്കിൾ ആൻറ്റി, ഓക്കെ, അവർക്ക് എന്തുകൊണ്ടാണ് ബേബി ഇല്ലാത്ത, ബേബി എന്താ വരാത്ത, ബേബി എവിടെ പോയി, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ അവർക്ക് വിഷമം ഉണ്ടാക്കും, മനസ്സിലാവണ്ട. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കപ്പിൾ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള കപ്പിൾ, കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള കപ്പിൾസ്, അവർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് പോയിട്ട് എന്താണ് പ്രശ്നം, എന്തുണ്ടായത്, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. മൊത്തത്തിൽ ഇതിനാണ് വിവേകം എന്ന് പറയാം. സോ ബേസിക്കലി വി നീഡ് ടു മൈൻഡ് അവർ ഓൺ ബിസിനസ്. ഓക്കെ, നമ്മളൊരിക്കലും വേറൊരാളുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ പ്രൈവസിയിലേക്ക് പോയിട്ട് കൈയടത്താനോ അവരുടെ പ്രശ്നങ്ങൾ അറിയാനോ ഓക്കെ ഒന്നും പോകാൻ നിൽക്കരുത്. അത്രേ ഉള്ളൂ, മനസ്സിലാവണ്ട കുഞ്ഞി. പിന്നെ ചില ചോദ്യങ്ങൾ വേദനിപ്പിക്കുന്ന അറിഞ്ഞിട്ടും ചോദിച്ച് രസം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്, മനസ്സിലാവണ്ട. അപ്പോൾ അവരൊക്കെ നമ്മൾ വെറും ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിടുക. ജസ്റ്റ് ഒരു പുഞ്ചിരി, എങ്ങനെ, അത്ര മതി. ഓക്കെ, പോവാ. എന്നാൽ വലിയ